ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇപ്പോൾ ഈ അനാചാരങ്ങളെ തടയുന്ന നിയമനിർമ്മാണം അത് കേരളത്തിൽ ഒരുപാട് തവണ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിപ്പോഴും ഫ്രീസായി തന്നെ കിടക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിയമം നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തി ഒന്നുകൂടി ബോധ്യപ്പെടുകയല്ല ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. സംശയമൊന്നുമില്ല. അത് ആ നിയമം നിർമ്മാണം അതിനുള്ള നടപടികൾ വേഗത്തിലാക്കുക എന്നുള്ളതും കൂടെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എന്തുകൊണ്ട് വേഗത്തിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഇതിനെ എന്തിനേയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു ഉപയോഗിക്കല്ല ദുരുപയോഗിക്കുക എന്ന് പറയുന്നൊരു പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ മടിക്കുന്നുണ്ടാവുക പക്ഷേ അത് വേഗം ചെയ്യേണ്ടതാണ്. അനാചാരം എന്താണ് എന്ന് കൃത്യമായിട്ട് എന്താ പറയുക ഡിഫൈൻ ചെയ്യുക. അത്തരം അനാചാരങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് എന്താണ് നിയമപ്രകാരം നൽകാവുന്ന ശിക്ഷ എന്ന് വ്യവസ്ഥ ചെയ്യുക. അതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇത് തീരും എന്നുള്ള അർത്ഥത്തില്ല. കാരണം ഇപ്പോൾ സ്ത്രീധനം നിരോധിക്കപ്പെട്ടിട്ട് ഒരു സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യമാക്കിയിട്ട് കുറേ കാലമായി നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ സ്ത്രീധനം എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു ഭയം അവിടെ ഉണ്ടാവും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഇവിടെ നടക്കുക. അപ്പോൾ അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് സർക്കാർ ചെയ്യുക, ഭരണകൂടം ചെയ്യുക എന്നുള്ളതൊരു നിശ്ചയമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്.